നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലെ വളരെ സുപ്രധാനമായ അവയവങ്ങളിലൊന്നാണ് കരൾ. സങ്കീർണമായ പല ധർമ്മങ്ങളും കരളിന് നിർവഹിക്കാനുണ്ട്. എന്നാൽ കരൾ രോഗങ്ങൾ ബാധിക്കുന്നവരുടെ എണ്ണം ഈ തലമുറയിൽ കൂടുതലാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? കരൾ രോഗങ്ങൾക്ക് ആയുർവേദത്തിലുള്ള പരിഹാരങ്ങൾ. ഇതെല്ലാം ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് കൊച്ചിയിലെ NKP ലിവർ സ്പെഷ്യാലിറ്റി ആയുർവേദ ക്ലിനിക്കിലെ ഡോക്ടർ സച്ചിത് റോയ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, കരൾ രോഗങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് കരൾ എന്താണ്? കരൾ നമ്മുടെ ശരീരത്തിൽ ഇതിന് എന്തെല്ലാം ധർമ്മങ്ങളാണുള്ളതെന്നൊന്ന് പറയും. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. നമ്മൾ കഴിക്കുന്ന ഓരോ ഈവൻ നമ്മുടെ സലൈവ പോലും കരളിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് നമുക്കതിനെ ആഗിരണം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഇൻറ്റസ്റ്റൈനിലോട്ട് നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണം പദാർത്ഥം സ്റ്റൊമക്കിൽ നിന്ന് ഇൻറ്റസ്റ്റൈനിലോട്ട് പോകണമെങ്കിൽ അതിന് ലിവറിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണം. എന്ന് വെച്ചാൽ ലിവറിൻ്റെ എൻസൈംസ് വന്ന് ആസിഡ് ബേസ് ആയിട്ടുള്ള സകല ഫുഡ് ആ ആസിഡ് മിക്സിങ് കഴിഞ്ഞതിന് ശേഷം അത് ആൽക്കലി ആയാൽ മാത്രമേ സ്റ്റൊമക്കിൽ നിന്ന് ഇൻറ്റസ്റ്റൈനിലോട്ട് ഒരു എൻട്രി കിട്ടുള്ളൂ. അത് വേണമെങ്കിൽ തന്നെ ലിവറിൻ്റെ ഫങ്ഷൻ ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ കരൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. കരളിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരു സാധനം ഇൻറ്റസ്റ്റൈനിൽ നിന്ന് നമുക്ക് സ്റ്റൊമക്കിൽ നിന്ന് ഇൻറ്റസ്റ്റൈനിലോട്ട് പാസ് ചെയ്യില്ല. ഡോക്ടർ, എന്തുകൊണ്ടായിരിക്കാം ഈ പുതിയ തലമുറയിൽ അല്ലെങ്കിൽ പുതിയ കാലഘട്ടത്തിൽ കരൾ രോഗങ്ങളുടെ നിരക്കുകൾ ഉള്ളവരുടെ നിരക്കുകൾ കൂടുന്നു എന്ന് പറയാൻ ഉള്ള ഒരു കാര്യം? അത് നമ്മുടെ ആഹാര രീതിയാണ് അതിൻ്റെ മെയിൻ റീസൺ. കൂടുതൽ ജങ്ക് ഫുഡായിട്ടുള്ള ഈ മോഡേൺ ഫുഡ് ഹാബിറ്റ്സ് പിള്ളേരിൽ, പിന്നെ വറുത്ത സാധനങ്ങൾ, ഓയിലിലുള്ള മായങ്ങൾ, ഫുഡിലുള്ള അഡൾട്രേഷൻസ്, ഇതെല്ലാം അതിന് റീസണാണ്. അപ്പോൾ ലിവറിന് നമുക്ക് മെയിനായിട്ട് ലിവറിൻ്റെ ഫങ്ഷൻ ടോക്സിൻസ് റിമൂവ് ചെയ്യുക, ന്യൂട്രീഷ്യൻസ് അബ്സോർബ് ചെയ്യണം, അതിൻ്റെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഓരോ അവയവങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. ഓരോ അവയവങ്ങൾക്ക് അത് എത്തിച്ചു കൊടുക്കണം. അതിൻ്റെ ഫങ്ഷൻ വരെ ലിവറിൽ തന്നെ വരും. അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് ലിവറിന്. ഡോക്ടർ, നമ്മുടെ ഒരു കോളറുണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ. പിന്നെ എനിക്ക് 51 വയസ്സായി. പറഞ്ഞോളൂ. അപ്പോ അത് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് ടെസ്റ്റ് ചെയ്തപ്പോ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു എന്താ പറയുക ഏർലി സിംറ്റം ഓഫ് ലിവർ ഡിസീസ് എന്നാണ്. ലിവറിൽ വലിയ രോഗങ്ങൾ വരാൻ പോണതിൻ്റെ ഒരു സിംറ്റമായിട്ടും ഫാറ്റി ലിവറിനെ നമുക്ക് എടുക്കാം. അപ്പോൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് പോയി ചെയ്ത് നോക്കണം. ചില സ്റ്റേജിൽ ഫാറ്റി ലിവറിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ലിവർ ഫങ്ഷൻ ടെസ്റ്റിൽ അത് റിഫ്ലക്സ് ചെയ്യില്ല. പക്ഷേ ആയുർവേദത്തിൻ്റെ രീതിയിലനുസരിച്ച് ഒരാളുടെ ബോഡി കളറ് മെയിൻറ്റെയിൻ ചെയ്യണത് ലിവറിൻ്റെ ഫങ്ഷനായിട്ട് വരും. അപ്പം നിങ്ങളുടെ ബോഡിയിൽ മുഖത്തിൻ്റെ സൈഡിൽ, അതായത് ഈ സൈഡിലൊക്കെ നമുക്കൊരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിന് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള മെഡിസിൻസ് ഉണ്ട്, അത് കഴിച്ചാൽ കംപ്ലീറ്റ് നോർമലൈസ് ചെയ്യാനും പറ്റും അത്. ഓക്കെ ഡോക്ടർ, ഈ ഫാറ്റി ലിവർ എന്നുള്ള വാക്ക് വളരെ സാധാരണയായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. പലപ്പോഴും ഈ മദ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഫാറ്റി ലിവറിനെ, അതായത് എനിക്ക് ഫാറ്റി ലിവർ എന്ന് പറയുമ്പോഴേക്കും ആ കള്ളുകൂടി കൂടിയിട്ടാണ് എന്ന് നമ്മൾ തമാശയായിട്ട് പറയുന്നത് പോലും കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതാണോ കാരണം? അത് ശരിയല്ല. ആക്ച്വലി നമ്മൾ ഫാറ്റി ലിവർ കള്ളുകുടിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല, ലിവറിൻ്റെ അസുഖം വരുന്നതും വലിയ ആൾക്കാർക്കോ ഒരു ഏജ് ലിമിറ്റോ ഗ്രൂപ്പോ ഒന്നും അതിനില്ല. ലിവർ സെൽസിൽ ലിവറിൻ്റെ വർക്ക് നേച്ചർ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ഭക്ഷണം കഴിച്ചു, അതിൻ്റെ അകത്തുനിന്ന് ടോക്സിൻസ് ക്ലിയർ ചെയ്യണം, ന്യൂട്രീഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. പക്ഷേ ടോക്സിൻസ് വൺസ് ബ്ലഡിൽ കയറിക്കഴിഞ്ഞാൽ ചില വ്യക്തികളുടെ ലിവർ അത് ഹോൾഡ് ചെയ്യും. എന്നുവെച്ചാൽ ഒരു 60% ലിവർ സെൽസ് ഡാമേജ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ലിവറിനൊരു സിംറ്റം എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് ആൾ അറിയുള്ളൂ. അപ്പോൾ അതുവരെ അത് സൈലൻ്റ് ആയിരിക്കും. അത് തന്നെയാണ് അതിൻ്റെ റിസ്ക് ഫാക്ടർ. ഡോക്ടർ, നമ്മുടെ മറ്റൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ. ഹലോ 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 ഇപ്പോൾ വിളിച്ചാണ്. ചോദിച്ചോളൂ. എന്താണ് സംശയം? എനിക്ക് ചോദിക്കാനുള്ള, എനിക്ക് ഒരു 10 വർഷമായിട്ട് ഫാറ്റി ലിവർ ഉണ്ട്. ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഹാബിറ്റ്സ് നിങ്ങൾ കൺട്രോൾ ചെയ്യണം. വറുത്ത സാധനങ്ങളും അതിന് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ ഡ്രിങ്ക്സ് കഴിക്കലൊക്കെ നിർത്തണം എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു. ഡ്രിങ്ക്സ് ഞാൻ വല്ലപ്പോഴും ഒരു 60 ml ഒക്കെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ വിദേശത്തായിരുന്നു, പല രാജ്യങ്ങളിലും ഇന്ത്യയിലും പുറത്തുമായിട്ട് സഞ്ചരിച്ച ആളാണ്. ഓക്കെ, അതൊക്കെ ശരി. പക്ഷെ നമ്മളൊരു ഷുഗർ ഉള്ള ആൾ എന്ന് ലഡു തിന്നണോ അന്ന് ഷുഗർ കൂടും. അതേപോലെ ലിവറിൽ ഫാറ്റി ലിവറുള്ള ആൾ എന്ന് നമ്മൾ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യണോ അതിൻ്റെ കൂടെ നിങ്ങൾ ഏത് ടൈപ്പ് ഫുഡ് കഴിക്കണോ, ഫ്രൈഡ് ആണോ അല്ലെങ്കിൽ നോൺ വെജ് ആണോ എന്നൊക്കെ ഉള്ള അനുസരിച്ച് ലിവറിൻ്റെ വർക്ക് ലോഡ് ആ പെർട്ടിക്കുലർ ഡേ കൂടുതലായിരിക്കും. അന്നത്തെ ദിവസം ലിവറിൽ കൂടുതൽ ടോക്സിൻസ് അക്യുമുലേഷൻ ചെയ്ത് ലിവറിൻ്റെ കൂടുതൽ സെൽസ് നശിക്കാൻ കാരണമാവും. ഓക്കെ,
പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളെ നമ്മൾ വളരെ ലൈറ്റായിട്ട് എടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു കാരണം തോന്നുന്നു. കാര്യം സിംറ്റംസ് ഇല്ല, പേഷ്യൻറ്റിന് ഒരു വേദനയോ അല്ലെങ്കിൽ ഒരു ഡിസ്കംഫർട്ടോ ഫീൽ ചെയ്യണില്ല. ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അയാളുടെ ഒരു സൈക്കോളജിക്കലായിട്ട് പിന്നെ കഴിച്ചാൽ വയറിൻ്റെ മുകളിലോ വയർ റൈറ്റ് സൈഡിൽ നമുക്ക് പെയിൻ വരും, അല്ലെങ്കിൽ ഒരു ഹെവിനെസ്, ഫുഡ് ടൈമിൽ കഴിച്ചില്ലെങ്കിൽ ആസിഡിറ്റി, ഈ പ്രശ്നമൊക്കെ പറഞ്ഞ് പിന്നെ ആൾ ഓടാൻ തുടങ്ങും. എന്ന് വെച്ചാൽ ഇപ്പം നെറ്റിലൊക്കെ ലിവറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ ആൾക്കാർ കൂടുതൽ കൺഫ്യൂസ്, എനിക്ക് അതുണ്ടോയെന്ന് നോക്കലാണ് പിന്നെ അടുത്ത പണി. അത് ശരിയല്ല, ഏതെങ്കിലും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കണം. മഞ്ഞപ്പിത്തമാണല്ലോ നമ്മൾ വളരെ സാധാരണയായിട്ട് കാണുന്നതും കരളുമായിട്ട് ബന്ധപ്പെട്ട് കാണുന്ന ഒരു അസുഖം. അതൊരു ലക്ഷണമാണ് എന്നും കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പം അത് ഗ്രൂപ്പ് നമ്മൾ ബിൽറുബിൻ ബ്ലഡിൽ കൂടുന്നത് വൈറൽ ഹെപ്പറ്റൈറ്റിസ്, അതായത് എ വൈറസ്, ബി വൈറസ്, സി വൈറസ്, സി വൈറസ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വൈറസ് ഉണ്ട്. ആ വൈറസിൻ്റെ ഇൻഫ്ലുവൻസിൽ ലിവർ സെൽസ് ഇൻഫ്ലമേറ്റ്, അതാണ് വൈറൽ ഹെപ്പറ്റൈറ്റിസ്. ലിവർ സെൽസ് ഇൻഫ്ലെയിം ചെയ്യുമ്പം ബിൽറുബിൻ വേരിയേഷൻ വരുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതിനെയാണ് നമ്മൾ സാധാരണ മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും സിമ്പിളായിട്ട് പോണത് എ വൈറസിൻ്റെ ജോണ്ടിസാണ്. ബിയും സിയൊക്കെ ശരിക്കും സീരിയസ് ലിവർ ഡിസീസിലോട്ട് നമുക്കത് കൊണ്ടെത്തിക്കാൻ പറ്റിയ സാധനങ്ങളാണ്. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കംപ്ലീറ്റ് നോർമലൈസ് ചെയ്യാം. ഈവൺ ഇപ്പോൾ ആയുർവേദത്തിൽ ഞങ്ങൾക്ക് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ മെഡിസിൻ കഴിച്ച് അതിൻ്റെ നമുക്ക് ഇപ്പോൾ ആൻറ്റിബോഡി ആൻറ്റിജൻ ടെസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ ആൻറ്റിജൻ പോസിറ്റീവ് ആകുമ്പോഴാണ് നമുക്ക് ഡാമേജ്. ബോഡിയിൽ നമ്മൾ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ആൾക്ക് മെഡിസിൻ കൊടുത്ത് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി അത് ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ വാക്സിനേഷൻ ഉണ്ട് ഹെപ്പറ്റൈറ്റിസ് ബിക്ക്, സിക്കില്ല. അതൊരു പ്രശ്നമാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്റ്റഡ് ആൾക്ക് നമ്മൾ മെഡിസിൻ കഴിച്ച് ബോഡിയിൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ആയുർവേദത്തിലേ പറ്റുള്ളൂ. അലോപ്പതി അതിന് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വാക്സിൻ എടുക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രശ്നം. ഡോക്ടർ, ഇപ്പം ഈ വേനൽക്കാലത്ത് നമ്മൾ വഴിയരികിൽ കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കും, ജ്യൂസുകളൊക്കെ കുടിക്കുന്നത്. അപ്പോൾ ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ അത് ഏതാണ്, എ ആണോ ഇ ആണോ വരുന്നതെന്ന് എനിക്കറിയില്ല, വരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം മലിനജലം അല്ലെങ്കിൽ ഹൈജീനിക് അല്ലാത്ത ഭക്ഷണം കഴിച്ചാൽ വരാൻ സാധ്യതയുള്ളത് ഏതാണ്? അത് ആക്ച്വലി ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ ഈ വൈറസ് ഡിസീസ് എല്ലാം നമ്മൾ അൺഹൈജീനിക് സിറ്റുവേഷനിൽ കൂടിയാണ് വരുന്നത്. അത് എ പറയുമ്പോൾ സാധാരണ വെള്ളത്തിൽ കൂടി വരാം, അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം, ഇപ്പോൾ എ വൈറസ് ഉള്ള ഒരാളുടെ സമ്പർക്കം ഉണ്ടെങ്കിൽ പോലും അടുത്ത ആൾക്ക് വരാം. പക്ഷേ ബിയും സിയും ഇയും ഒക്കെ ശരിക്കും ഈവൻ നമ്മുടെ ബ്ലഡ് ഈവൻ ത്രൂ സെക്സ് അത് പകരുള്ളൂ, അല്ലെങ്കിൽ ബ്ലഡ് കോണ്ടാക്ട്സിൽ, ഈവൻ സലൈവയിൽ, അങ്ങനെയുള്ള പകർച്ച. അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു ലെവലിൽ നോക്കണം. അപ്പം എ മാത്രം വരാനുള്ളൊരു സാധ്യതയാണ് ഈ ഫുഡിൽ കൂടി എന്ന് വെച്ചാൽ വെള്ളത്തിന് തന്നെ പ്രശ്നമാണല്ലോ വേനൽക്കാലം എന്ന് പറയുമ്പോൾ. അപ്പം അത് ശരിക്കും നമ്മളൊരു തിളപ്പിച്ചിട്ട് അല്ലാതെ ഒരു അൺഹൈജീനിക് സിറ്റുവേഷനിൽ നിന്ന് കഴിച്ചാൽ അതുകൊണ്ട് നമുക്ക് ഡാമേജ് വരാം. അത് മഞ്ഞപ്പിത്തം മാത്രമല്ല, വയറിന് എന്ത് വേണമെങ്കിലും വരാം. മറ്റൊന്ന് ക്രോണിക് ലിവർ ഡിസീസ് എന്നുള്ളതാണ്. അത് കുറച്ച് സീരിയസ് വിഷയമാണ്. നമ്മൾ ഫാറ്റി ലിവറുള്ള ഒരാൾ അറിയണില്ല, അയാൾ കൂടുതലായിട്ട് വറുത്ത സാധനങ്ങളും അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ ലിവർ സെൽസ് ഡാമേജ് ചെയ്യും. ആഫ്റ്റർ ഒരു 60% ലിവർ ഡാമേജ് ചെയ്തതിന് ശേഷം മാത്രമാണ് അയാൾ ഇതൊരു ബ്ലഡ് വൊമിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സ്റ്റൂൾസിൽ ബ്ലഡ് കാണുക. ഈ ഒരു സ്റ്റേജിലൊക്കെ വരുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ഹോസ്പിറ്റലിൽ പോണതും ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണതും. നമ്മൾ അപ്പോഴാണ് ഇയാൾക്ക് എങ്ങനെ ക്രോണിക് ലിവർ ഡിസീസ് ആണെന്ന് അറിയണത്. ഓക്കെ ഡോക്ടർ, ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നു. ഹലോ ഹലോ, നമസ്കാരം, സംസാരിച്ചോളൂ. പറഞ്ഞോളൂ. ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് ബി, എനിക്ക് 10 കൊല്ലം കൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട്. ഞാനപ്പോൾ ഒത്തിരി മരുന്ന് ആയുർവേദം, ഇംഗ്ലീഷ്, ഹോമിയോ എല്ലാം കഴിച്ചു. എന്റെ ബ്ലഡ് ഇതുവരെ മാറിയിട്ടുണ്ട്. ഇപ്പൊ 17.5 ഉണ്ട്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ട് ലിവർ ഫംഗ്ഷൻ എല്ലാം നോർമലാണ്. അതാ ഹെപ്പറ്റൈറ്റിസ് ബിയോ സിയോ ആണെങ്കിൽ ഈ ലിവർ സെൽസ് 60% ഡാമേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിലപ്പോൾ LFT ഒക്കെ വേരിയേഷൻ വരുള്ളൂ. ലിവർ ഫംഗ്ഷനിൽ വേരിയേഷൻ വരുന്നത് അപ്പോഴായിരിക്കും. പക്ഷേ ഇപ്പം നിങ്ങൾ പറഞ്ഞ ഈ 17.5 എന്ന് വെച്ചിട്ട് നമുക്ക് മെഡിസിൻ കഴിച്ചാൽ അത് കുറഞ്ഞ് ആ കട്ട് ഓഫ് വാല്യൂ 1 എന്തോ ആണ് അതിൻ്റെ കട്ട് ഓഫ് വാല്യൂ പറയുന്നത്, ആ ടെസ്റ്റ് അനുസരിച്ച് അല്ലേ. അപ്പോൾ അതിന് താഴ്ത്ത് കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾക്ക് ആൻറ്റിബോഡി എന്ന് വെച്ചാൽ പ്രൊട്ടക്റ്റീവ് സെൽസ് പ്രൊഡ്യൂസ് ആയോ എന്ന് അറിയാൻ പറ്റും. അതിനുള്ള മെഡിസിൻ ഉണ്ട്, നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ പറ്റും. കൃത്യമായിട്ട് അതിന് മെഡിസിൻ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഈവൺ അവരുടെ ഇതിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വരെ തന്നു തുടങ്ങി. അടുത്ത ഒരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം, ഡോക്ടർ ലൈവ് ആണ്, സംസാരിച്ചോളൂ. നമസ്കാരം, പറഞ്ഞോളൂ. സാറ് ഞാന് ലേശം ലിക്വിഡ് കഴിക്കുന്ന ആളാണ്. അപ്പൊ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞാനൊരു മത്സ്യത്തൊഴിലാളിയാണ്. മത്സ്യ വിപണന തൊഴിലാളി. അപ്പൊ ഞാന് ഒരു ദിവസം ഒരു 500 ml കഴിച്ചു, 2 നേരമായിട്ടാ. രാവിലെയും കഴിക്കോ? ഇല്ല, രാവിലെ അല്ല. അല്ല, നിങ്ങൾ 500 ml എന്ന് പറഞ്ഞാൽ അത് അളവ് ഭയങ്കര കൂടുതലാ.
നിങ്ങളുടെ വർക്ക് അനുസരിച്ചിട്ടും നിങ്ങളുടെ അധ്വാനത്തിന് പിന്നെയും നിങ്ങളുടെ ആരോഗ്യത്തിന് പിന്നെയും വർക്ക് ലോഡ് നിങ്ങൾ കൊടുക്കുക. അല്ലാണ്ട് അധ്വാനിക്കുന്നുണ്ട്. ഇനി ഇൻറ്റേർണൽ ഓർഗൻസിനും കൂടി ഇത്ര 500 മില്ലി കഴിച്ചാൽ അത് മാനേജ് ചെയ്യണ്ടേ? ലിവറിന് മാനേജ് ചെയ്യാൻ പറ്റില്ല അത്രയൊന്നും. അതിൻ്റെ കൂടെ നിങ്ങൾ വല്ല വറുത്ത സാധനങ്ങളോ പഴംപൊരിയോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചാൽ പിന്നെയും വർക്ക് ലോഡാവും. മീനെല്ലാം കറി വെച്ച് കഴിക്കുക, അറ്റ്ലീസ്റ്റ് വറുത്ത് കഴിക്കരുത്. ആക്ച്വലി പ്രോട്ടീൻ കൂടുതൽ കഴിക്കുന്നതാണ് ലിവറിന് വർക്ക് ലോഡ് കൂടുന്നത്. പ്രോട്ടീൻ കൂടുതൽ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ അമോണിയ കൂടും. അമോണിയ കൂടിക്കഴിഞ്ഞാൽ അമോണിയനെ നെക്സ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് അമോണിയ കുറച്ച് യൂറിയ ആക്കണം. അത് ആ ഒരു ഫങ്ഷൻ കിഡ്നിയിൽ വരും. അപ്പം നമ്മുടെ പ്യൂരിഫിക്കേഷൻ ഓർഗൻ എല്ലാ ബോഡിയിലും ലിവറും കിഡ്നിയും സ്കിന്നുമാണ്. സ്കിന്ന് ഇപ്പോൾ ആൾക്കാർ യൂസ് ചെയ്യണില്ല എന്ന് പറയാം, എന്ന് വെച്ചാൽ സെറ്റ് ചെയ്യണില്ലായിരുന്നു. പക്ഷേ ലിവറിൽ വർക്ക് ലോഡ് കൂടുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ലിവർ സെൽസ് ഡാമേജ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പോർഷൻ്റെ വർക്ക് ലോഡും കൂടി നെക്സ്റ്റ് പ്യൂരിഫിക്കേഷൻ ഓർഗൻ കിഡ്നിയിൽ വരും. അപ്പം നമ്മുടെ വറുത്ത സാധനങ്ങളും അതൊക്കെ ചെല്ലുമ്പം ലിവറിന് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങളെല്ലാം കിഡ്നിയിൽ വർക്ക് ലോഡ് വരും. അപ്പോൾ അടുത്ത ഓർഗനും ഡാമേജ് ആവാനുള്ള ചാൻസാണ്. അതുകൊണ്ടാണ് ക്രോണിക് ലിവർ ഡിസീസിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കിഡ്നീനെ എഫക്റ്റ് ചെയ്യും, ഡയബറ്റിക്കിൻ്റെ പ്രശ്നം ഉണ്ടാവും, അങ്ങനെ കോംപ്ലിക്കേഷൻസ് കയറി വരും, ഓരോ ഓർഗൻസിനും കയറി വരും. മദ്യപാനം നിർത്തുന്നതായിരിക്കും നല്ലത്. ഏറ്റവും നല്ലത് മദ്യപാനം നിങ്ങളുടെ അതനുസരിച്ച് അളവ് കുറച്ച് കഴിക്കാവുന്നതാണ്. പക്ഷേ നമ്മൾ അതിൻ്റെ കൂടെ കെയർ ചെയ്ത് വേണം, ഇല്ലാണ്ട് 500 മില്ലി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ ചോദിക്കട്ടോ? പറഞ്ഞോളൂ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം, പറഞ്ഞോ. സാറ് എനിക്ക് ഒരു അമീബിക് ലിവർ അബ്സസ് വന്നിരുന്നു. ഓക്കെ, അതിന് ആയുർവേദത്തിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഉണ്ടല്ലോ. നമുക്ക് ലിവർ ആപ്സസ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും ട്രീറ്റ് ചെയ്താൽ. ലിവർ ആപ്സസ് അമീബിക് ഇൻഫ്ലുവൻസിൽ മാത്രമല്ല, അല്ലാണ്ടും ക്രോണിക് ലിവർ ഡിസീസിലൊക്കെ ഉണ്ടാവും. ലിവറിൻ്റെ ലീഷൻസ്, ഹെപ്പാറ്റിക് ലീഷൻസ് എന്ന് പറയും. ലിവർ സെൽസിൽ കൂടുതൽ ഓരോ ലിവർ സെൽസ് തന്നെ ബ്രേക്ക് ആവും, ലിവറിൽ ഓരോ കട്ട് മാർക്ക് ഉണ്ടാവുന്നതാണ്. അതിന് നമുക്ക് മെഡിസിൻ കഴിച്ചാൽ അത് ഹീൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് മെഡിസിൻ ഉണ്ട്. ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ചോദിച്ചോളൂ. എന്റെ മോളുടെ ഈ ഹെപ്പാറ്റൈറ്റിസ് എയുടെയും ബിയുടെയും വാക്സിനേഷൻ ഫസ്റ്റ് ഡോസ് എടുത്തു. പിന്നെ കുറച്ച് 6 മാസം കഴിഞ്ഞു. ഇപ്പോൾ ഇനി എടുക്കാൻ പറ്റുമോ? ആക്ച്വലി നമ്മൾ വാക്സിനേഷൻ അതിൻ്റെ 3 ബൂസ്റ്റർ ഡോസ് കഴിഞ്ഞിട്ട് ആൾക്കാരങ്ങ് നിർത്തി അങ്ങ് പോകും. ആക്ച്വലി ബൂസ്റ്റർ ഡോസ് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ള ഹെപ്പറ്റൈറ്റിസ് ബിയുടെയും എയുടെയും ആണെങ്കിൽ ആൻറ്റിബോഡി ചെക്ക് ചെയ്യാൻ പറ്റും. അതും കൂടി ചെയ്തിട്ട് വേണം നമ്മൾ കൺഫേം ചെയ്യണം. വാക്സിൻ എടുത്തിട്ട് ബോഡിയിൽ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടണ്ടോ ഇല്ലെന്ന്, ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ആയിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കാൻ പറ്റും. അത് ആദ്യം ആരും ചെയ്തതായിട്ട് ഞാൻ കാണുന്നില്ല. പക്ഷെ നമുക്ക് ലാബിൽ പറഞ്ഞാൽ അവർ ചെയ്തു തരും. അത് ചെയ്ത് കൺഫേം ചെയ്യണം കേട്ടോ. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. പറഞ്ഞോളൂ. എനിക്ക് ഈ ഫാറ്റി ലിവർ ഉണ്ട്. അതാ ഫാറ്റി ലിവർ ഉണ്ട്. അവിടെ ഇങ്ങനെ ഈ കട്ടിപ്പ് മാതിരി വലത്തെ സൈഡില് ഭയങ്കര കനം വരുന്നു. ഓക്കെ. നിങ്ങൾ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമ്മൾ ഫുഡ് ഹാബിറ്റ്സ് ആണ് ആദ്യം കൺട്രോൾ ചെയ്യേണ്ടത് കേട്ടോ. വറുത്ത സാധനങ്ങളും ഈവൻ ഇപ്പം നമ്മുടെ ഈ ബ്രോയിലർ ചിക്കൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഹോർമോൺ ലെവൽ കറക്റ്റ് ആണോ ഇല്ലെന്ന് നമുക്കറിയില്ല. ഹൈ ഹോർമോൺ ചെന്ന് കഴിഞ്ഞാൽ ലിവറിനാണ് വർക്ക് ലോഡ് കൂടുക. അപ്പം ബ്രോയിലർ ചിക്കൻ്റെ ഉപയോഗം കുറയ്ക്കുക. പിന്നെ നിങ്ങൾക്ക് നാടൻ കോഴിയോ അല്ലെങ്കിൽ എല്ലാം കറി വെച്ചിട്ട് നമ്മൾ ഗ്രേവി ആയിട്ട് കഴിക്കാം. വറുത്ത സാധനങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഡ്രിങ്ക്സ് ഉണ്ടെങ്കിൽ പാടില്ല. പിന്നെ അതിന് മെഡിസിൻ ഉണ്ട്. ഫാറ്റി ലിവറിൻ്റെ അത്രയും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിനിക്കിൽ വരികയാണെങ്കിൽ നമുക്കത് കറക്റ്റ് ചെയ്യാവുന്ന വിഷയമുള്ളൂ കേട്ടോ. ഡോക്ടർ, നമ്മൾ പലപ്പോഴും ഈ കരൾ രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു പ്രായം കഴിഞ്ഞവർക്ക് എന്നുള്ള രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഏജ് ഗ്രൂപ്പിൽ എങ്ങനെയാണ്? കൊച്ചുകുട്ടികൾക്കും വരുന്നതായി കേട്ടു. ജനിച്ച് വീഴുമ്പോഴേ കുട്ടികൾക്ക് ഉള്ള കേസുണ്ട്. അപ്പോൾ അത് ശരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈവൻ ബ്ലഡിൽ വരുന്ന ടോക്സിൻ ലിവർ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ബോഡിയിൽ അനുസരിച്ച് അവർക്ക് ആ ലിവറിൽ അക്യുമുലേഷൻ, ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി ഉണ്ട് ലിവറിന്. അതാണ് ഈ 40% സെൽസ് ഫംഗ്ഷൻ ചെയ്താലും LFT നോർമലായിരിക്കും. ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യുമ്പം LFT നോർമലാണ്. ഇപ്പോഴുള്ള ആൾക്കാർ ചെയ്യണ കാര്യം അതാണ്. പോയി ലാബിൽ പോയിട്ട് ഒരു LFT ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നോർമലാണെങ്കിൽ അവർ വിചാരിക്കും അവർക്കൊന്നും എന്ന്. അതൊരു മിസ്ഗൈഡിങ് സംഭവമാണ്. ശരിക്കും ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട് ചെയ്യണതാണ്. പക്ഷേ ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതിന് മെഡിസിൻ കഴിച്ച് ബാക്കിയുള്ള ലിവർ സെൽസിനെയും കൂടി നമ്മൾ ആക്റ്റീവാക്കി നിർത്താനുള്ള സിസ്റ്റം ഉണ്ട്. നമുക്ക് മെഡിസിൻ ഉണ്ട്, അത് കഴിച്ചാൽ ശരിയാവുകയും ചെയ്യും കേട്ടോ. സ്ത്രീകളിലെ കരൾ രോഗങ്ങളുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? സ്ത്രീയിലും പുരുഷനിലും സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഹോർമോൺസ് എവറി മന്ത് ബാലൻസ് ചെയ്യണതുകൊണ്ട് അവർക്ക് ഡാമേജ് കുറവാണ്. ശരിക്കും നമ്മൾ മെനപ്പോസിന് ശേഷം ബ്ലഡിൽ അക്യുമുലേഷൻ കൂടുതലാണ് ടോക്സിൻ്റെ. അപ്പോൾ ആ സ്റ്റേജിൽ ശരിക്കും ലേഡീസിന് പ്രോബ്ലംസ് വരും.
അപ്പം ആ സമയത്ത് അവർ ഒരു സ്കാൻ ചെയ്ത് നോക്കുക, ഫാറ്റി ലിവറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അതൊക്കെ പേഷ്യൻറ്റിനെ കണ്ടറിയാം നമുക്ക്. ഫാറ്റി ലിവർ സ്കാനുണ്ട്, നമ്മളുള്ള പേഷ്യൻറ്റിന് ഒരാളെ കണ്ടിട്ട് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവന് ഫാറ്റി ലിവർ ഉണ്ടായിരിക്കും. അത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. വളരെ സാധാരണയായിട്ട് കേൾക്കുന്ന ഒരു അസുഖമാണ് സിറോസിസ്. ഇപ്പോൾ അത് പലപ്പോഴും നമ്മൾ സിറോസിസ് ആയിരുന്നു ഒരാൾക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത മദ്യപാനമായിരുന്നു എന്നുള്ളൊരു തെറ്റിദ്ധാരണയും ഇപ്പോഴും നമുക്കിടയിലുണ്ട്. എന്നാൽ അത് മാത്രമല്ല കാരണം എന്ന് വിദഗ്ധർ പറയുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ സിറോസിസ് എന്താണ് എന്നുള്ളത്? സിറോസിസ് എന്ന് പറഞ്ഞാൽ ബഞ്ച് ഓഫ് ഗ്രേപ്പ്, മുന്തിരിക്കൊല എന്നാണ് അതിൻ്റെ അർത്ഥം, വേർഡ് മീനിങ്. നമ്മുടെ ഒരു ഫ്ലഷി ആയിട്ടുള്ള ഓർഗനായിട്ടുള്ള ലിവർ ചുരുങ്ങി ഒരു മുന്തിരിക്കൊലയുടെ ഷേപ്പിൽ എത്തുക എന്നുള്ളതാണ്. ഡ്യൂ ടു വാട്ട് എന്നുള്ള വേറെ റീസൺ സയൻസിലുണ്ട്. അതിൻ്റെ ഒരു മെയിൻ റീസൺ ആൽക്കഹോളാണ്. ആൽക്കഹോളിൻ്റെ ഒപ്പം കഴിക്കുന്ന സാധനങ്ങൾ ആൽക്കഹോളിൻ്റെ ഡാമേജ് കൂടാനും സഹായിക്കും. അപ്പോൾ ആൽക്കഹോൾ കഴിക്കുമ്പോഴും ആൾക്കാർ ഉള്ള ഫ്രൈയും അതങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ അത് ലിവറിന് പിന്നെയും വർക്ക് ലോഡാണ്. ലിവറിന് മാത്രമല്ല കിഡ്നിക്കും വർക്ക് ലോഡ് കൂടും. അപ്പോൾ ബ്ലഡിൽ ഇമ്പ്യൂരിറ്റി ലെവൽ കൂടുകയും ചെയ്യും, ലിവറിൻ്റെ സെൽസ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അത് ഈ കൊഴുപ്പ് ആ സമയത്ത് നമുക്ക് വൺസ് ആൽക്കഹോൾ ബോഡിയിൽ ചെന്നാൽ ലിവറിൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് ആൽക്കഹോൾ എന്നുള്ള ടോക്സിനെ നിർവീര്യമാക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബാക്കി ഓയിലി ആൻഡ് ഫാറ്റി ഫുഡ്സൊക്കെ ഈ ലിവർ സെൽസിൽ ഡെപ്പോസിറ്റ് ആവും. ഡെയിലി ആൾക്കാർ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ ഈ ഡെപ്പോസിറ്റ് കൂടി ലിവറിൻ്റെ നമ്പർ ഓഫ് സെൽസ് കുറഞ്ഞു വരും. അതിനനുസരിച്ച് ആൾക്കാർ അത് ക്രോണിക് ലിവർ ഡിസീസിലോട്ട് എത്തുകയും ചെയ്യും. അതിന് ഏജ് ഗ്രൂപ്പൊന്നും പ്രശ്നമല്ല. ഈവൻ ജനിച്ചു വീഴുന്ന കൊച്ചിന് ലിവർ സിറോസിസ് ഉണ്ട് അല്ലെങ്കിൽ ക്രോണിക് ലിവർ ഡിസീസ് ഉണ്ട്. ഏജ് ആയിട്ടുള്ള ആൾക്കുണ്ട്, 80 വയസ്സുള്ള ആൾക്കുണ്ട്. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. നമുക്ക് HbSIg പോസിറ്റീവ് ആണ്. അപ്പോ അതിന് കടുപ്പം കൂടിയ പോസിറ്റീവ്, അപ്പൊ മെഡിക്കലും കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പൊ അതിന് പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അതെ, അങ്ങനെ മരുന്നൊന്നും ഇല്ല എന്നല്ല, അതിന് മരുന്നുണ്ട്. നിങ്ങൾ ആ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് അത് ആൻറ്റിജൻ നെഗറ്റീവായി ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ മെഡിസിനിൽ, ട്രീറ്റ്മെൻറ്റിൽ കേട്ടോ. ആയുർവേദത്തിൽ അത് പോസിബിളാണ്. നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ക്ലിനിക്കിൽ വന്നാൽ നമുക്കത് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ ഹലോ, എൻ്റെ പേര് അഞ്ജലി. എൻ്റെ അമ്മയ്ക്ക് ഇപ്പം ഫാറ്റി ലിവർ 40 വയസ്സേ ഉള്ളൂ. അമ്മ അധികം ഈ എണ്ണ ഒന്നും ഉപയോഗിക്കത്തില്ല. പിന്നെ അത് വന്നത് എന്താ? ആക്ച്വലി എണ്ണ ഉപയോഗിക്കും, നിങ്ങൾ എണ്ണ ഉപയോഗിക്കാറേ ഇല്ല, അങ്ങനെയല്ലല്ലോ? എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കത്തുള്ളൂ. ഓക്കെ, ഇവിടെ ഇപ്പോഴുള്ള പ്രശ്നം നമ്മുടെ എണ്ണയിലുള്ള ഈ മായങ്ങളുടെ പ്രശ്നമാണ് മെയിൻ ഇഷ്യൂസ്. എന്ത് മായം ചെല്ലുമ്പോഴും ലിവറിന് പണി കിട്ടും, കൂടിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോൾ എണ്ണകൾ കാർച്ചൊക്കെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ലിക്വിഡ് പാരഫിൻ എന്ന് പറഞ്ഞ സാധനം ആഡ് ചെയ്യാണ്. ലിക്വിഡ് പാരഫിൻ എന്ന് പറഞ്ഞാൽ പെട്രോളിയം പ്രോഡക്റ്റാണ്, വാക്സിന് മുമ്പുള്ള സംഭവമാണ്. അപ്പോൾ അത് കഴിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ചാൽ, ആപ്പിളിൽ ഫ്രൂട്ട്സ് വാക്സ് ചെയ്യണം. നമ്മൾ ആപ്പിളൊക്കെ കടിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ വാക്സും കൂടി അകത്ത് പോകും. അതേപോലെയുള്ള സംഭവം ചെന്ന് ലിവർ സെല്ലിൽ സെറ്റ് ചെയ്ത് അത് ഫാറ്റി ലിവറായിട്ട് കാണും. അപ്പോൾ അമ്മയെടുത്ത് ഫാറ്റി ലിവർ ക്ലിയർ ചെയ്യാൻ ഇപ്പോൾ ഇത്രയും കെയറായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഇഞ്ചി, കറിവേപ്പില, കുരുമുളക്, വെളുത്തുള്ളി, തേങ്ങയൊക്കെ അരച്ച് ധാരാളം കഴിച്ചാൽ അത് ക്ലിയർ ചെയ്ത് പോകാം. ഇത്തിരി വെള്ളവും കൂടുതൽ കുടിക്കാൻ പറയുക കേട്ടോ. മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, പറഞ്ഞോളൂ സാറേ. പറഞ്ഞോളൂ. ചോദിച്ചോളൂ, എന്താ സംശയം? സാറേ, ഞാൻ നന്നായിട്ട് മദ്യപിച്ചിരുന്ന ആളാണ്. ഒരു 10-12 വർഷമായിട്ട് നന്നായിട്ട് മദ്യപിച്ചിരുന്ന ആളാണ്. പെട്ടെന്ന് എനിക്ക് വയറുവീർപ്പും ഭക്ഷണം കഴിക്കാണ്ടൊക്കെ വളരെ ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ ഞാൻ ഒരു കോളഞ്ചേരി പോയി അവിടെ ട്രീറ്റ്മെന്റ് നടത്തി. ഫാറ്റ് ലിവർ ഉണ്ട്, ലിവറിന്റെ സ്ക്രാച്ച് ഉണ്ട്. ഓക്കെ, ഫാറ്റി ലിവറിൽ നിന്ന് കുറച്ചും കൂടി ലിവറിൽ സ്ക്രാച്ച് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ലീഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അതിൻ്റെയും കുറച്ചും കൂടി ക്രോണിക് ലിവർ ഡിസീസ് കാറ്റഗറിയിലോട്ട് എത്തിയത്. നമ്മൾ ഫുഡ് ഹാബിറ്റ്സും ഡ്രിങ്ക്സ് ഹാബിറ്റൊക്കെ ശരിക്കും സ്റ്റോപ്പ് ചെയ്യണം. ഫുഡ് കെയർ ചെയ്യണം, കഴിക്കുന്നതിൽ ഓയിൽ വറുത്ത സാധനങ്ങളൊക്കെ കുറയ്ക്കുക, നമ്മൾ ആൽക്കഹോൾ സ്റ്റോപ്പ് ചെയ്യണം, ഇത്തിരി വെള്ളം കൂടുതൽ കുടിക്കണം. നിർത്തിയോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല, പുള്ളി നിർത്തണം. അതുകൂടാണ്ട് നോൺ സിട്രസ് ആയിട്ടുള്ള പുളിയില്ലാത്ത ഫ്രൂട്ട്സും വെജിറ്റബിൾസും കൂടുതൽ കഴിക്കുക. അപ്പോൾ നമുക്ക് ആ പുളിയില്ലാത്ത ഫ്രൂട്ട്സ് കഴിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസിഡ് നേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള വെള്ളം എപ്പോഴും ഈ ഫുഡിൽ പാർട്ടിക്കിളിലുണ്ടാവും. ഇപ്പോൾ നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കുകയാണെങ്കിൽ ആസിഡും കൂടി ബോഡി ന്യൂട്രലൈസ് ചെയ്യേണ്ടി വരും ലിവർ കേസുകളിൽ. അപ്പം നമ്മൾ അതിന് പകരം ഒരു ക്യാരറ്റ് ജ്യൂസാണ് കഴിക്കണമെങ്കിൽ ഇൻഡസ്ട്രിയിൽ ക്യാരറ്റ് എവിടെയാണെങ്കിലും അതിൽ നിന്ന് എടുത്ത് ഫോം ചെയ്യണ ആസിഡ് ന്യൂട്രലൈസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരിക്കലും ആസിഡ് പ്രോബ്ലം, ആസിഡിറ്റി എന്ന് പറഞ്ഞ പ്രോബ്ലം നമുക്ക് വിത്തൗട്ട് മെഡിസിൻ കറക്റ്റ് ചെയ്യാൻ പറ്റും ഫുഡ് ഹാബിറ്റ്സിൽ കൂടി. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ. പറഞ്ഞോളൂ.
സാറേ നമസ്കാരമുണ്ട്. നമസ്കാരം, പറഞ്ഞോ. എനിക്ക് 4 വർഷമായിട്ട് ഫാറ്റ് ലിവറിന്റെ അസുഖമായിരുന്നേ. ഞാൻ കുറെ നാള് മരുന്ന് കഴിച്ചായിരുന്നു. മരുന്ന് കഴിച്ച് ഇപ്പം കഴിക്കുന്നില്ല മരുന്ന്. ഈ രാത്രി ഉറക്കത്തിൽ ഇങ്ങനെ ഞെട്ടി ഉണരും, ഈ ശ്വാസം മുട്ടിയിട്ട് ഞെട്ടി ഉണരുമ്പോൾ ഈ പുളിച്ച വെള്ളം ദേഹത്ത് തൊണ്ടയെ വന്ന് അടിക്കുക. നിങ്ങൾക്ക് ആസിഡിറ്റിയുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലിവറാണ് ആസിഡ് പ്രൊഡക്ഷനും കൺട്രോൾ ചെയ്യണത്. അപ്പം നിങ്ങൾ ശരിക്കും രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഒരു ക്യാരറ്റ് ജ്യൂസോ കുക്കുംബറോ പപ്പ അങ്ങനെ പുളിയില്ലാത്തൊരു ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ നിങ്ങൾ ജ്യൂസ് അടിച്ച് അലോങ് വിത്ത് യുവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ ഈ പ്രോബ്ലം സ്റ്റോപ്പ് ആവും. നിങ്ങൾ വറുത്ത സാധനങ്ങളും നോൺ വെജും കുറയ്ക്കുക കേട്ടോ. ഡോക്ടർ, ഇപ്പം കരളിൻ്റെ അർബുദം വളരെ ഗൗരവമായിട്ടുള്ള ഒരു അസുഖമാണല്ലോ. അപ്പോൾ കരളിൻ്റെ അർബുദത്തിന് ആയുർവേദത്തിലെ ചികിത്സകൾ എങ്ങനെയാണ്, പ്രതിവിധികൾ എന്താണ്? കരളിൻ്റെ അർബുദം മാത്രമല്ല, നമുക്ക് ഈ ക്യാൻസർ ആൻറ്റിജൻസ് ചെക്ക് ചെയ്യാൻ പറ്റും ബ്ലഡിൽ. അപ്പം അബ്ഡമെനിൽ നമുക്ക് ഏതെല്ലാം ഓർഗനിൽ ക്യാൻസർ വരാം, ഈ ഒരു ആൻറ്റിജൻ പോസിറ്റീവാണ്. ഓരോ പർട്ടിക്കുലർ CA19, GGT, AFP, എന്നൊക്കെ പറഞ്ഞ കുറേ ആൻറ്റിജൻസ് ഉണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ക്യാൻസറിൻ്റെ സ്ട്രെങ്ത് അറിയാൻ പറ്റും. അത് നമ്മൾ മെഡിസിൻ കൊടുത്ത് കുറച്ച് ഈ വിത്തിൻ റേഞ്ച് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ അതില്ലാണ്ട് ഒരിക്കലും അർബുദത്തിൻ്റെ ഗ്രോത്ത് വരില്ല, ക്യാൻസർ ഗ്രോത്ത് വരില്ല എന്നാണ്. അപ്പോൾ അത് കുറച്ച് കിട്ടിയാൽ ഈ ക്യാൻസർ മാറും. അല്ലാണ്ട് ക്യാൻസർ ഇപ്പോൾ അവിടെ ഒരു റേഡിയേഷൻ കൊടുക്കുക അല്ലെങ്കിൽ അതെല്ലാം മാനേജ്മെൻറ്റാണ്. അലോപ്പതി എന്ന് പറഞ്ഞാൽ ഒരു സിംറ്റമാറ്റിക് മാനേജ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റാണ്. കാണുന്ന പ്രോബ്ലം അവർ സോൾവ് ചെയ്ത് തരും. എന്തുകൊണ്ട് വന്നു എന്ന് അവർ നോക്കില്ല. നമ്മൾ കാരണമല്ല നോക്കണം, നമ്മളത് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യണം. ബോഡിയുടെ സ്ട്രെങ്ത്, ഇമ്മ്യൂണിറ്റി കൂടിയിട്ടാണ് നമ്മൾ ആയുർവേദത്തിൽ മെഡിസിൻ ചെയ്യുന്നത്. ബോഡി ഇമ്മ്യൂണിറ്റി കൂട്ടി ഉള്ള പ്രോബ്ലം സോൾവ് ചെയ്യും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. എൻ്റെ പേര് സണ്ണി, ഞാൻ മാവേലിക്കരയാണ്. പറഞ്ഞോളൂ സണ്ണി. ഞാൻ ഈ ബ്ലഡ് ഈ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിനകത്ത് ഗിൽബർട്ട് സിൻഡ്രോം എന്ന് പറഞ്ഞ ഏതാണ്ട് ഒരു അസുഖം വന്ന്. ഹലോ. ഗിൽബർട്ട് സിൻഡ്രോം ആയുർവേദത്തിൽ അത് ശരിക്കും മാറ്റാൻ പറ്റും. ഇപ്പൊ ഗൾഫിലോട്ടൊക്കെ പോകണമെങ്കിലേ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറയുന്നത്. അത് ശരിയാ. ബിൽറുബിൻ ഉണ്ടെങ്കിൽ മഞ്ഞപ്പിത്താണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. നിങ്ങൾ അവരെ റിജക്ട് ചെയ്യും. ഹെൽത്ത് ചെക്കപ്പിൽ അവർ നിങ്ങളെ റിജക്ട് ചെയ്യും. ഗിൽബർട്ട് സിൻഡ്രോം ഒരു അസുഖമല്ല എന്നാണ്. ഗിൽബർട്ട് സിൻഡ്രോം അസുഖം അല്ലെങ്കിലും ഇവ കാര്യങ്ങളിൽ അവർ അസുഖമാക്കിയിട്ട് ഇത് അവർക്കറിയില്ല. ഗിൽബർട്ട് സിൻഡ്രോം അയാളുടെ ബ്ലഡിൽ അപ് ടു 5 ബിൽറുബിൻ ലെവൽ കാണാം. അതുകൊണ്ട് അയാൾക്ക് പ്രോബ്ലം ഒന്നുമില്ല. അതേസമയം നമ്മുടെ ഈ ബിൽറുബിൻ ലെവൽ ഒരു 1.2 ആണ് നോർമൽ എങ്കിൽ 1.3 ഒരു ജോണ്ടിസ് കേസ് ആണെങ്കിൽ, എന്നുവെച്ചാൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൊണ്ട് വരണമാണെങ്കിൽ അപ്പോൾ തന്നെ ബോഡിയിൽ സിംറ്റംസ് തുടങ്ങും. ഇവർക്ക് അപ് ടു 5 വരെ അതിനകത്ത് ഒരു സിംറ്റം ഉണ്ടാവില്ല. അവർക്കതൊരു അസുഖമല്ല. പക്ഷേ ഇത് സയൻസിൽ പ്രശ്നമാണ്. നമ്മൾ ഹെൽത്ത് ചെക്കപ്പിൽ ചെല്ലുമ്പോഴത്തേക്കും സീരിയസ് ഒന്നുമല്ല. ഗിൽബർട്ട് സിൻഡ്രോമത്തിന് മെഡിസിനേ വേണ്ട. പക്ഷേ ഇവർക്ക് പോകാൻ പറ്റില്ല. അവർക്ക് പോകാൻ പറ്റില്ല. പക്ഷേ അതിന് മെഡിസിൻ എടുത്താൽ അത് നോർമലൈസ് ചെയ്യാം. നമുക്ക് ടൈം ബീങ് അത് കുറച്ച് നിർത്താൻ പറ്റും. അവരുടെ ടെസ്റ്റ് പാസ്സാകും, അവർക്ക് പോകാനും പറ്റും. അതൊരു 1 month ടൈമിൽ നമുക്ക് ടെസ്റ്റിന് ടൈം ഉണ്ടെങ്കിൽ നമുക്കത് ഒരു മെഡിസിൻ കൊടുത്താൽ അത് നോർമലൈസ് ചെയ്യും. അത് ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ബിൽറുബിൻ ബ്ലഡിൽ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു മെഡിസിൻ കഴിച്ചാൽ ആ കഴിക്കുന്ന പീരീഡിൽ ബിൽറുബിൻ ലെവൽ 1 ബിലോ ആയിരിക്കും. ആ സമയത്ത് അവർ പോയി ചെക്ക് ചെയ്ത് അവർക്ക് പാസ്സാവാം. പക്ഷേ അതിനുശേഷം മെഡിസിൻ നിർത്തി കഴിയുമ്പോൾ അത് തിരിച്ചു വരും. പക്ഷേ അവർക്ക് ടെസ്റ്റ് പിന്നെ അടുത്ത കൊല്ലത്തേക്കേ ഉള്ളൂ. ഹെൽത്ത് ചെക്കപ്പ് പിന്നെ അടുത്ത കൊല്ലമേ ഉള്ളൂ. അപ്പോൾ അതുവരെ അവർക്ക് അതിൽ നമുക്ക് ആ ഒരു ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. ഹെൽത്ത് വൈസ് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ. പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം. ഇവിടെ ചോദിച്ചോളൂ. അല്ല, ടിവിയിൽ സംസാരിക്കുന്നു. ടിവിയിൽ കേൾക്കണ്ട, ചോദിച്ചോളൂ. ചോദ്യം പൂർത്തിയാക്കിക്കോളൂ. 2 വർഷം മുമ്പ് എനിക്ക് ടൈഫോയിഡും ഡെങ്കിയും കൂടെ വന്നിരുന്നു. ഓക്കെ, എന്നിട്ട്? ഹലോ, പറഞ്ഞോളൂ. ടൈഫോയിഡും ഡെങ്കിയും കൂടെ വന്നു. എന്നിട്ട് അവിടെ കേൾക്കണ്ട, ഇവിടെ ചോദിച്ചോളൂ മുഴുവനും. പറഞ്ഞ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് ടൈഫോയിഡ് ആണെന്ന് പറഞ്ഞ് കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അതും നിശേഷം മാറുന്നില്ല. വേറെ നല്ല ഹോസ്പിറ്റലിൽ പോയി പിന്നെ സ്കാനൊക്കെ എടുത്തപ്പോഴാണ് ഇത് ഡെങ്കിയിലേക്ക് മാറി എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തു. പിന്നെ അങ്ങനെ സുഖമായി പോന്നു. അല്ല, ഇതിൽ ഈ ടൈഫോയിഡിൻ്റെയും ഡെങ്കിയുടെയൊക്കെ മെഡിസിൻ എന്ന് പറഞ്ഞാൽ പെയിൻ കില്ലർ ഉണ്ടാവും, ടെമ്പറേച്ചർ കുറയാനുള്ള സാധനം. ഈ പാരസെറ്റമോൾസ് കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ അത് ഇൻഡയറക്റ്റ് ആയിട്ട് ലിവറിന് എഫക്റ്റ് ചെയ്യുന്ന അസുഖമാണ്. അപ്പം ചിലപ്പം ടൈഫോയിഡ് ട്രീറ്റ് ചെയ്താലോ മലേറിയൊക്കെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് മഞ്ഞപ്പിത്തം വരും. ആക്ച്വലി ഡ്രഗ് ഇൻഡ്യൂസ് ജോണ്ടിസ് എന്നാണ് അതിന് പറയുക. മഞ്ഞപ്പിത്തം അല്ല, വൈറസ് അല്ല, ഡ്രഗിൻ്റെ പ്രോബ്ലമാണ്. അപ്പോൾ പെട്ടെന്ന് പാരസെറ്റമോൾ കഴിച്ചാൽ ഹെപ്പാറ്റിക് സെൽസ് ഡാമേജ് ആവാം എന്നാണ് എന്തോരം ആൾക്കാരെ പാരസെറ്റമോൾ കഴിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഡാമേജ് ഓരോരുത്തരുടെ ബോഡി ലിവർ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ലിവറിൻ്റെ കപ്പാസിറ്റി. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ച്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.